അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ആദ്യം തന്നെ ഞാൻ വന്ന് നോക്കിയത് ഇന്നലൊക്കെ നല്ലോണം ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഡ്ഡലി ബാറ്ററാണ്. ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇന്നലെ ഗ്രൈൻഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫെർമെൻ്റ് ആവുമെന്ന് ഡൗട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൻ്റെ മുകളിലാണ് വെച്ചത്. ഫെർമെൻ്റ് ആയിട്ടില്ലെങ്കിൽ പ്ലാന് മൊത്തം കൊളാവാനും പ്ലാൻ ബി നോക്കേണ്ടി വരികയാണ്. ലക്കിലി നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് അത് പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അല്ലേ. ഇനി പെട്ടെന്ന് തന്നെ ഇഡ്ഡലി റെഡിയാക്കി എടുക്കുകയും വേണം. ആൻഡ് ഓഫ് കോഴ്സ് ചട്നിയും. ഈ ചട്നിയാണ് കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ ഫേവറേറ്റ് ചട്നി എന്ന് പറഞ്ഞാൽ. സിമ്പിളാണ്. പിന്നെ മോൻ ഇന്നലെ സ്പെസിഫിക്കലി പറഞ്ഞതാട്ടോ ഇന്ന് സ്കൂളിലേക്ക് ഇഡ്ഡലിയും പിന്നെ ഈ ചട്നിയും വേണം എന്നുള്ളത്. അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചട്നി. ആൻഡ് ഓണസ്റ്റ്ലി അവർക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഇങ്ങനെ ചോദിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പം നമ്മളും ഹാപ്പിയാവും അവരും ഹാപ്പിയാവും അല്ലേ. ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചട്നിയാണ് കേട്ടോ ഇത്. സാധാരണ പോലെ തന്നെ തേങ്ങയിലും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ കുറച്ച് നട്ട്സും കൂടെ ഇടാം. പീനട്ട് ഉണ്ടാകുമ്പോൾ ഞാൻ കൂടുതൽ പീനട്ടാണ് ഇടുക, പിന്നെ കുറച്ച് ബാക്കി നട്ട്സ് ഇടും. എൻ്റെ കയ്യിൽ പീനട്ട് ഇന്ന് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ബദാമും കാഷ്യൂസും മാത്രമാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പിന്നെ മല്ലിയിലയും പുതിനയും ഇതെല്ലാം കൂടെ ഗ്രൈൻഡ് ചെയ്ത് സാധാരണ പോലെ തന്നെ വെളിച്ചെണ്ണയിൽ കടുകും പിന്നെ കുറച്ച് ഉഴുന്നുപരിപ്പും കൂടെ ഇടുന്നുണ്ട് ഞാൻ. കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഈ തേങ്ങൻ്റെ മിക്സർ ഒഴിച്ചു കൊടുക്കാം. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള ചട്നി. പിന്നെ ഉപ്പിടാൻ മറക്കരുത്, ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഉപ്പിടണം എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ചെറിയ ചെറിയ ഡിഫറൻസ് ആണ് ഇതിൽ ഉണ്ടാക്കാൻ വരുന്നതെങ്കിലും ടേസ്റ്റിൽ ഭയങ്കര വലിയ ഡിഫറൻസ് ആണ് കേട്ടോ വരാം. അപ്പോൾ ഇഡ്ഡലിയും ചട്നിയൊക്കെ റെഡിയായി. ഇനി എല്ലാം ഒന്ന് പാക്ക് ചെയ്തിട്ട് വിടാം. അങ്ങനെ രണ്ടാളും പോയി. മോർണിംഗ് റഷൊക്കെ കഴിഞ്ഞ് ഒന്ന് ശ്വാസം വിട്ടത് ഇപ്പോഴാണ്. പിന്നെ ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച്. വെറും 4 to 5 hours കേട്ടോ. മോൻ തിരിച്ചു വന്നാൽ പിന്നെ ബ്ലാങ്കറ്റും പില്ലോവും ഒക്കെ എടുത്ത് പില്ലോ ഫോർട്ട് ഉണ്ടാക്കലാണ് ഇപ്പോഴത്തെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാൻ ഡെയിലി TV എടുക്കാറില്ല. സോ അവന് കളിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഫൈൻഡ് ചെയ്യണ്ടേ. ഐ ജസ്റ്റ് ലെറ്റ് ഹിം എൻജോയ് ഇറ്റ്. എല്ലാം റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യവും ഉണ്ടാവില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ചെറിയ ഫണ്ണൊക്കെ വേണ്ടേ. എനിവേ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ചെറിയൊരു സെൽഫ് കെയർ ടൈമാണ്. ഫാൻസി ആയിട്ടൊന്നുമില്ല, ചെറിയൊരു സ്കിൻ കെയർ റൂട്ടീൻ. മോസ്റ്റ്ലി ഫാർമസി പ്രൊഡക്ട്സ് ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്യാറുള്ളത്. ചെറുതാണെങ്കിലും ഇൻസ്റ്റൻ്റ്ലി മൂഡ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെയുള്ള ചെറിയ കുറച്ച് മൊമെൻറ്റ്സാണ് ഒരു ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുക. കാം, റിഫ്രഷ്ഡ് ആൻഡ് കൈൻഡ് ഓഫ് റീചാർജ്ഡ് അഗെയിൻ. ഇനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. അതും പാർട്ട് ഓഫ് സെൽഫ് കെയർ ആണല്ലോ അല്ലേ. യൂഷ്വലി എനിക്ക് ഏർലി മോർണിംഗ് അങ്ങനെ ഹെവി ഫുഡൊന്നും ഇഷ്ടമല്ല. ബട്ട് ഇന്ന് ഓൾറെഡി ഇഡ്ഡലി ഉണ്ടാക്കിയോണ്ട് തന്നെ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൂടുതൽ പണിയെടുക്കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ തന്നെ കുറച്ച് വെള്ളവും നട്ട്സൊക്കെ കഴിച്ചിട്ട് ഒരു 10 o'clock ഒക്കെ ആയപ്പോഴാണ് ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇഡ്ഡലിയും ചട്നിയും കൂടെ ഒരു കട്ടനും. സിമ്പിൾ ആൻഡ് പെർഫെക്റ്റ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ബട്ട് മൈ ടീ സ്റ്റിൽ ഡിസേർവ് സം ക്വൈറ്റ് ടൈം. സോ സോഫയിൽ പോയിരുന്ന് പീസ്ഫുള്ളി റിലാക്സ് ചെയ്ത് സിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ടൈം പെട്ടെന്ന് പോയി. ആൻഡ് ഇറ്റ്സ് ഓൾറെഡി 12. മോനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ ടൈമായി. പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ മുന്നേ ഫേസിലും കയ്യിലും ഒക്കെ ആയിട്ട് ഫുൾ സൺസ്ക്രീൻ വാരിപ്പൊത്തും. പിന്നെ ഒരു മാസ്കും ഒരു ക്യാപ്പും. അങ്ങനെ മൊത്തത്തിൽ കവർ ചെയ്തിട്ടാണ് പോവുക. നല്ലോണം ചൂടെടുക്കും. ബട്ട് ബെറ്റർ സേഫ് ദാൻ സോറി എന്നാണല്ലോ. ഡയറക്റ്റ് സൺലൈറ്റ് ഒന്ന് ഒഴിഞ്ഞ് കിട്ടുമെങ്കിലും ചെയ്യും. കറക്റ്റ് ബസ്സിൻ്റെ ടൈം നോക്കിയിട്ടാണ് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങുക. എന്നാൽ പിന്നെ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് വെയിറ്റ് ചെയ്യണ്ടല്ലോ. ആ ബസ് എങ്ങാനും മിസ്സായിപ്പോയാൽ പിന്നെ ഒരു 20 minutes വെയിറ്റ് ചെയ്യണം അടുത്ത ബസ് കിട്ടണമെങ്കിൽ. അങ്ങനെ പിക്ക് ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി ചെറിയ സ്നാക്സും വാങ്ങി വരാൻ പറഞ്ഞു. ഇനി റൂമിൽ പോയിട്ട് ആക്കാനുള്ള മൂഡൊന്നുമില്ല, അത്രക്കും ടയേർഡായി. അങ്ങനെ കുറേ ടൈം കഴിഞ്ഞിട്ടോ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. ഇന്ന് ഞാൻ അതൊന്നും ഫിലിം ചെയ്തില്ല, കീപ്പിംഗ് ഇറ്റ് സിമ്പിൾ. ഫൈനലി ഇന്നത്തെ എക്സൈറ്റിംഗ് പാർട്ടാണ്. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇറ്റ്സ് അവർ ആനിവേഴ്സറി. സോ ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു കേക്ക് ബേക്ക് ചെയ്യുക. ഇതാണോ വലിയ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഞാൻ യൂഷ്വലി കേക്ക് ഉണ്ടാക്കാറില്ല. ലാസ്റ്റ് ടൈം ഞാൻ ട്രൈ ചെയ്തത് എനിക്ക് തോന്നുന്നു കൊറോണൻ്റെ ടൈമിലാണെന്ന്. ഞാനും സിസ്റ്ററും കൂടെ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ഈ പണി തുടങ്ങിയത് ആ ഒരു കൊറോണ ടൈമിലാണെന്ന് അല്ലേ. ബട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു പ്രാവശ്യം പോലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. നാട്ടിൽ നിന്ന് എല്ലാ സാധനങ്ങളും ഉണ്ടായിട്ട് പോലും പെർഫെക്റ്റ് ആയിട്ടില്ല. ഇവിടെ എൻ്റെ കയ്യിലാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള ടൂൾസ് പോലും ഉണ്ടായിട്ടില്ല. ഇന്ന് എനിക്ക് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങി. ഹാർട്ട് ഷേപ്ഡ് മൗൾഡാണ് ഞാൻ ശരിക്കും വാങ്ങാൻ ഉദ്ദേശിച്ചത്. ബട്ട് 3 സെറ്റായിട്ടാണ് കിട്ടിയത്. പിന്നെ സ്പാച്ചുല, റൊട്ടേറ്റർ, നോസൽസ്, പൈപ്പിംഗ് ബാഗ് എല്ലാം വാങ്ങി. ഓണസ്റ്റ്ലി എനിക്കറിയില്ല ഇതൊന്നും ഞാൻ ഇന്ന് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലും യൂസ് ചെയ്യുമോ എന്നുള്ളത് തന്നെ. ബട്ട് ഇന്നത്തെ എൻ്റെ ലിറ്റിൽ ഹെൽപ്പേഴ്സാണ് ഇതൊക്കെ.
ഒരു വീഡിയോ നോക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റായിട്ട് മെഷർ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബട്ടറിൻ്റെ മെഷർമെൻറ്റ്സ് തെറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 100 ഗ്രാമിൻ്റെ ഡിഫറെൻറ്റ് പാക്കറ്റ്സ് ആയിട്ടാണ് വാങ്ങിയത്. ഒരു തരത്തിലും മിസ്റ്റേക്സ് വരുത്തിയിട്ട് ഇത് സ്പോയിൽ ചെയ്യണ്ടെന്ന് വിചാരിച്ച്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഹാർട്ട് ഷേപ്ഡ് കേക്ക് മാത്രം മതിയായിരുന്നു. ബട്ട് മെഷർമെൻറ്റ്സിൽ ഇനി മാറ്റം വരുത്തിയിട്ട് കൊളാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോയിൽ കണ്ട അതേപോലെ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ എടുത്തത്. നമുക്ക് 3 ആൾക്കും കൂടെ ഇത് ആവശ്യത്തിൽ കൂടുതലാണ് ശരിക്കും. ബട്ട് അറ്റ്ലീസ്റ്റ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. എങ്ങനെയെങ്കിലും ഒരു പെർഫെക്റ്റ് കേക്ക് ആക്കിയാൽ മതി, അത്രേ ഞാനപ്പോൾ ആലോചിച്ചിട്ടുള്ളൂ. പക്ഷെ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഞാൻ മെഷർമെൻറ്റ് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അത് ഷുഗറാണ്. എനിക്ക് വീഡിയോ കണ്ടിട്ട് ഭയങ്കര ഷുഗറായിട്ടുള്ള പോലെ തോന്നി. അപ്പം ഞാൻ അത് മാത്രം അവർ പറഞ്ഞതിനെക്കാട്ടും കുറച്ച് 1/2 കപ്പ് 1 കപ്പൊക്കെ കുറച്ചിട്ടാണ് എല്ലാത്തിലും ഇട്ടിട്ടുള്ളത്. ഷുഗറിൽ മാത്രം, ബാക്കി എല്ലാം സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തത്. ഇത്രയും പ്രാവശ്യം ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഞാനൊരു വീഡിയോയിൽ യോഗേർട്ട് ഇടുന്നത് കാണുന്നത് കേക്കിൽ. എന്തായാലും ഇതിലൊരു മാറ്റം വന്നിട്ട് ഇനി കൊളാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതേപോലെ തന്നെ ഞാനും യോഗേർട്ട് ഇട്ടിട്ടുണ്ട്. എഗ്ഗും ബട്ടറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നല്ല ഗ്ലോസി ആൻഡ് സോഫ്റ്റ് ബാറ്ററായിട്ട് കണ്ടപ്പോൾ തന്നെ പകുതി ടെൻഷൻ അങ്ങ് കുറഞ്ഞു കിട്ടി. അങ്ങനെ ബാറ്ററൊക്കെ സെറ്റായി. ഇനി മൗൾഡിലേക്ക് മാറ്റണം. ഒരു ചെറിയ മൗൾഡിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കേക്ക് മൊത്തം ഉണ്ടാക്കിയത്. ഇപ്പോൾ 3 മൗൾഡ് ഫുള്ളായിട്ടുള്ള കേക്ക് ഉണ്ട്. ഇത് പെർഫെക്റ്റ് ആയാൽ പോലും ഇതെപ്പോഴാണ് തിന്ന് തീർക്കാൻ പറ്റാമെന്നറിയില്ല. സ്പോയിലായാലുള്ള കാര്യം പിന്നെ പറയണ്ടല്ലോ, എല്ലാം വേസ്റ്റ്. ഇനി അഥവാ സ്പോയിലാവാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അഥവാ സ്പോയിലായാൽ ഞാൻ കണ്ട യൂട്യൂബറെയും അവരുടെ യൂട്യൂബിനെയും ഒക്കെ ബ്ലെയിം ചെയ്യാം, അല്ലാണ്ട് വേറൊരു വഴിയുമില്ല. കാരണം ഞാൻ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഈ പ്രാവശ്യം ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ടുള്ളത്, വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ഈ ബാറ്റർ ഇങ്ങനെ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല എസെൻസിൻ്റെയും പിന്നെ നല്ലൊരു ബട്ടറിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ ടേസ്റ്റ് വന്നിട്ട് നല്ല രസമുണ്ട്. ഞാൻ യോഗേർട്ട് ഇട്ടുകൊണ്ട് കുറച്ചൊരു പുളിപ്പൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷെ അതൊന്നുമില്ല, എല്ലാം ബാലൻസ് ആയിട്ടാണുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് എൻ്റെ ഒരു ചെറിയൊരു പ്രതീക്ഷ ഉള്ളത്. അപ്പോൾ ഞാൻ എല്ലാം മോൾഡിലേക്കൊക്കെ സെറ്റാക്കി. ഒരു വലിയ മോൾഡ് ഗ്യാസ് സ്റ്റോപ്പിലും വെച്ചു. 2 ചെറിയ മോൾഡ് എയർ ഫ്രയറിൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 കേക്കും ബേക്ക് ചെയ്യാൻ വെച്ച് ഇനി അത് ബേക്ക് ആവുന്ന ടൈം കൊണ്ട് ഇതിനുള്ള ക്രീം ഉണ്ടാക്കണം. ബട്ടർ ക്രീമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇവിടെയാണ് അടുത്ത ടാസ്ക്. ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കണം. ഭയങ്കര ടൈറ്റ് ആവാനും പാടില്ല, ഭയങ്കര ലൂസ് ആവാനും പാടില്ല, ഭയങ്കര ഫ്ലഫി ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്രീം കിട്ടണം. അവിടെയാണ് അടുത്ത ടാസ്ക് വരുന്നത്. ഇത് ബേക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പേഷ്യൻസും ടൈമും ഒക്കെ വേണം. ഇതിലുള്ള ഓരോ സ്റ്റെപ്പും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മെഷർമെൻ്റ് ആയാലും അത് നമ്മൾ ബീറ്റ് ചെയ്യുന്നതായാലും പിന്നെ ഇത് റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായാലും ഓരോ സ്റ്റെപ്പും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പെർഫെക്റ്റ് ആയിട്ടാണ് എല്ലാം എടുത്തെങ്കിലും ചെറിയൊരു നെർവസ്നെസ് ഇല്ലാതില്ല. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഇത് റെഡി ആവുമെന്നാണ് എൻ്റെ ഒരു പേടി. അത് മാത്രമല്ല ടൈമും കുറേയായി. ഇപ്പോൾ ഏകദേശം ഒരു 4 o'clock ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 5-5:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഹസ്ബൻഡ് എത്തും. അതിൻ്റെ മുന്നേ ഇത് ബേക്ക് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ക്രീമൊക്കെ സെറ്റാക്കി എല്ലാം റെഡിയാക്കി എടുക്കണം. ഞാനിപ്പം മെയിൻലി ഈ ഹാർട്ട് ഷേപ്പിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബാക്കി പിന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. കേക്ക് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് കുറച്ചൊന്ന് ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് എനിക്കും കേക്ക് ബേക്ക് ചെയ്യാന്നുള്ള ഒരു ഫീലില്ലേ, അത് നമ്മൾ മുന്നേ ട്രൈ ചെയ്ത ടൈമിലൊക്കെ ഈ ഒരു സ്റ്റെപ്പ് തന്നെ എനിക്ക് സക്സസ്ഫുൾ ആയിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഇത്രയും നേരം ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നിട്ട് ചെറിയൊരു സക്സസ് കിട്ടിയപ്പോഴത്തേക്ക് തന്നെ കിച്ചണിലെ പ്രോ എന്നുള്ളൊരു ഫീലാണ് ഇപ്പോൾ ഉള്ളത്. അത്രയ്ക്കൊന്നും ഓവർ കോൺഫിഡൻ്റ് ആവാനും സന്തോഷമാവാനൊന്നും സമയമായിട്ടില്ല എന്നറിയാം. കാരണം ഇനിയാണല്ലോ മെയിനായിട്ടുള്ള കാര്യം വരുന്നത്, ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. ഇനി ഈ ഹാർട്ട് ഷേപ്ഡ് ബ്യൂട്ടിനൊന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കണം. ഈ ബട്ടർ ക്രീം കാണാൻ ഭയങ്കര സ്മൂത്താണ് കേട്ടോ, നല്ലോണം ഫ്ലഫി ആയിട്ട് സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ ഷുഗറായിട്ട് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ കേക്കിൻ്റെ കൂടെ വരുമ്പോൾ സെറ്റ് ആവുമായിരിക്കും. സത്യം പറഞ്ഞാൽ ഈ കേക്കുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സിലൊരു ഡിസൈൻ ഉണ്ട്. പക്ഷെ എനിക്കറിയില്ല അത് ഇതിൽ എനിക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. ഇത് ബേക്ക് ചെയ്ത് കഴിയുന്നവരെ ഞാൻ വിചാരിച്ചത് അതായിരിക്കും ഏറ്റവും ടഫായിട്ടുള്ള പാർട്ട് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പം മനസ്സിലായി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും ടഫസ്റ്റ് പാർട്ട് എന്നുള്ളത്. കാരണം കേക്കിൻ്റെ നടുവിൽ തന്നെ ഈ ഒരു ക്രീം സ്പ്രെഡ് ചെയ്തപ്പോഴത്തേക്ക് കുറച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ച ഡിസൈൻ ഇതിലേക്ക് എങ്ങനെ വരുത്തുന്നുള്ളതിൽ എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഈ ബട്ടർ ക്രീമിൻ്റെ കളർ തന്നെ ഞാൻ വിചാരിച്ച കളറായിട്ടില്ല. ചിലപ്പോൾ കുറച്ചും കൂടെ കളർ ഒഴിച്ചാൽ കിട്ടുമായിരിക്കും. പക്ഷേ എൻ്റെ കൈമേൽ കുറച്ചൊരു കളറായിട്ട് അത് പോകുന്നില്ല. അപ്പോൾ പിന്നെ അത് കൂടുതൽ കളറാക്കിയിട്ട് കഴിക്കണ്ടെന്ന് വിചാരിച്ചു. എന്തായാലും നമ്മൾ വീട്ടിൽ നിന്നാക്കുന്നതല്ലേ, കുറച്ച് വൃത്തിയിലാക്കാമല്ലോ. പ്രത്യേകിച്ച് മോനൊക്കെ കഴിക്കുന്നതൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചു.
ഇനി ഞാൻ എൻ്റെ മൈൻഡിലുള്ള ഡിസൈൻ ഇതിലേക്കൊന്ന് സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എങ്ങനെയാണെന്നൊന്നും അറിയില്ല, കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ബേസ് തന്നെ റെഡിയാക്കി എടുത്തത്. ഒന്നാമത് എൻ്റെ കയ്യിൽ നൈഫൊന്നും ഇല്ലല്ലോ, കറക്റ്റായിട്ടുള്ള നൈഫില്ല. അപ്പോൾ എങ്ങനെയൊക്കെയോ ഞാൻ ഒരുവിധം ഒപ്പിച്ചെടുത്തു. വൈറ്റ് ബേസിൽ ചെറിയ റെഡ് ഹാർട്ടാണ് എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ള ഡിസൈന്. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റ് കോളായപ്പം ഞാൻ ആ വൈറ്റ് ബേസ് മാറ്റിയിട്ട് ഇപ്പോൾ ഒരു പിങ്കിഷ് ബേസായി. അതിൻ്റെ മുകളിൽ എനിക്ക് പറ്റാവുന്ന വിധം ഞാൻ എങ്ങനെയൊക്കെയോ കുറച്ച് ഹാർട്ട് വരച്ച് അഡ്ജസ്റ്റ് ചെയ്തു. മനസ്സിലുള്ള ഡിസൈനൊന്നും അല്ലെങ്കിലും ഒരുവിധം കാണാൻ ഓക്കെ ആയിട്ടുള്ളൊരു ഡിസൈനായി കിട്ടിയപ്പോൾ തന്നെ സമാധാനമായി. പിന്നെ ഞാൻ ചെറിയൊരു ബൊക്കയും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് എത്തി, നമ്മൾ രണ്ടുപേരും ഗിഫ്റ്റൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് കേക്കും കട്ട് ചെയ്ത്. കേക്ക് നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ച് ആയിരുന്നു. ബട്ടർ ക്രീം കുറച്ച് കൂടുതൽ ഷുഗറി ആയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. വീഡിയോയിൽ കണ്ടതിനെക്കാട്ട് കുറച്ച് ഷുഗറാണ് ഞാൻ ഇട്ടത്. സ്റ്റിൽ എനിക്ക് കുറച്ച് ഷുഗറി ആയിട്ട് ഫീൽ ചെയ്തു. ബാക്കിയൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മളൊരു ബിഗ് ഡേ നമ്മൾ സിമ്പിളായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ ഇതൊരു തേഴ്സ്ഡേ ആയിരുന്നു. നെക്സ്റ്റ് ഡേ സ്കൂളുണ്ട്. അതുകൊണ്ട് മോനെ പെട്ടെന്ന് തന്നെ ഉറക്കണം. അത് കാരണം നമ്മൾ അന്നത്തേക്കുള്ള ഡിന്നർ ഔട്ടിങ്ങൊക്കെ ക്യാൻസൽ ചെയ്ത് നെക്സ്റ്റ് ഡേയിലേക്കാക്കി മാറ്റി. എല്ലാ ബർത്ത്ഡേക്കും ആനിവേഴ്സറിക്കും നമ്മൾ ഇതുവരെ പോവാത്ത ഏതെങ്കിലും ഒരു പുതിയ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ട് അങ്ങനെയാണ് പോവാറുള്ളത്, ഒന്ന് മെമ്മറബിൾ ആക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഗൂഗിൾ റിവ്യൂ ഒക്കെ നോക്കി ഈ പ്രാവശ്യവും പോയി. ബട്ട് ടോട്ടൽ ഫ്ലോപ്പായിരുന്നു. അപ്പോൾ അതൊന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ വേറെ റെസ്റ്റോറൻറ്റിൽ പോയി. ആൻഡ് താങ്ക്ഫുള്ളി ദാറ്റ് വൺ സേവ് ദ മൂഡ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളൊരു സ്പെഷ്യൽ ഡേൻ്റെ സിമ്പിൾ സെലിബ്രേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഫീഡ്ബാക്സും അഭിപ്രായങ്ങളൊക്കെ കോമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൺടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.